ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 7 ആയിട്ടാണ്. നമ്മൾ ഇന്ന് ഒരു കഴിഞ്ഞ ദിവസം നമ്മളൊരു ട്രേഡിംഗ് ഹാളും കാര്യങ്ങളും ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം തോന്നുന്നു നമ്മൾ ട്രേഡിംഗ് ഹാളും കാര്യങ്ങളോ അല്ല, കഴിഞ്ഞ ദിവസം തന്നെ അല്ലല്ല കഴിഞ്ഞ ദിവസം അതെ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഓക്കെ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കി. ഓക്കെ, അത് അത്യാവശ്യം നല്ല വർക്കിംഗ് ആയി. നമ്മൾ കഴിഞ്ഞ ദിവസം ഫുൾ ഡയമണ്ട് ആർമർ സെറ്റാക്കി. പിന്നെ സോ നമ്മൾ അയൺ ഫാം കാര്യങ്ങളും വർക്കിംഗ് ആണ്. ബട്ട് എഫിഷ്യൻസി കുറവാണ് ഗൈസോ. ഓക്കെ, എഫിഷ്യൻസി കുറച്ച് കൂട്ടണം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇത് ചെയ്യുന്നില്ല. ഇതിൽ ടോട്ടൽ 5 വില്ലേജറാണ്. അപ്പുറവും ഇപ്പുറവും 5 വില്ലേജർ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി എഫിഷ്യൻസി കൂട്ടാം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പറ്റൂല, വില്ലേജേഴ്സ് ഇല്ല നമ്മളെ കയ്യിൽ. വില്ലേജേഴ്സ് എല്ലാം തീർന്നു. നമ്മൾ ട്രെയിനിങ് ഹാളിലേക്ക് കൊണ്ടുവന്നിട്ട് ഓക്കെ, ഈ അയൺ ഫാം കൂടി സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ അടുത്ത ട്രേഡിംഗ് ഹാൾ മൊത്തം നിറയ്ക്കുന്നത്. നമുക്ക് എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒരു മോബ് ഫാമാണ്. അതിനുള്ള കുറേ ബ്ലോക്കും കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കുറച്ച് കളക്ട് ചെയ്തിട്ട് ജസ്റ്റ് മോബ് ഫാമും കാര്യങ്ങളും ഉണ്ടാക്കാൻ പോകണം. ജസ്റ്റ് അതിന് വില്ലേജസും കാര്യങ്ങളും വളരെ കുറവാണ്. 1-2 ആയിട്ടേ ഉള്ളൂ. എന്തായാലും ഒരു 10 വില്ലേജസ് ഇനിയും വേണം. അതുകൊണ്ട് തന്നെ അപ്പോൾ ജസ്റ്റ് ഒരു മോബ് ഫാം കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ജാവയിൽ മോബ് ഫാം എന്ന് വെച്ചാൽ നമ്മൾ സാധാ മോബ് ഫാം തന്നെ. എഫിഷ്യൻസി അധികം കൂടുതലൊന്നും വേണമെങ്കിലും നമ്മൾ നോർമൽ ഒരു അത്യാവശ്യം നല്ല എഫിഷ്യൻസി ഉള്ള ഒരു മോബ് ഫാം ഉണ്ടാക്കാൻ പോകണം. സാധാ ഉണ്ടാക്കുന്ന മോബ് ഫാം ഇല്ലേ, അത് തന്നെ. ജസ്റ്റ് ഈ ഡീപ് സൈറ്റ് ബ്ലോക്ക് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയായിരിക്കും. ജസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് നമുക്ക് എന്തായാലും നേരെ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് കുറേ ബ്ലോക്സ് ആണ്. ജസ്റ്റ് ഞാൻ ഇവിടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഗൈസോ. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്ത് വെക്കാം. ഗൈസ്, നമ്മളെ കൗ ഫാമും കാര്യങ്ങളും ജസ്റ്റ് നല്ല വർക്കിങ്ങിലാണ് ഗൈസ്. നല്ലോണം ക്രോപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ ഗൈസോ, ലൈക്ക് ചെയ്യാത്ത സബ് കേട്ടോ. 1K സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ ഗൈസോ. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ പോയി നോക്കാം. 2 സ്റ്റാക്കിന് അടുപ്പിച്ച് ഗൈസ് ലൂട്ടും പിന്നെ ലെതറും കാര്യങ്ങളും 40 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 43 ഉണ്ട്. ഓക്കെ, നല്ല വർക്കിംഗ് ആണിത്. ജസ്റ്റ് നല്ല വർക്കിംഗ് ആണ്. ആൻഡ് ഇവിടെ കുറച്ച് ജസ്റ്റ് ഉണ്ട്, അതിൻ്റെ അടുത്ത് പോയി മറന്നുപോയി. നമുക്ക് എടുത്തേക്കാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് നമുക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നേരെ നമുക്ക് എവിടെ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. സോ അവിടെ പോയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗൈസ്, ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോണത്. ജസ്റ്റ് ഇവിടുന്ന് 100 ബ്ലോക്ക് മുകളിലോട്ട് വെച്ചിട്ട് അവിടുന്ന് ഒരു 24 ബ്ലോക്ക് മുകളിലോട്ട് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്യാൻ പോണത്. അപ്പം ഗൈസ്, സോ ഇനി ഈ സീരീസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല ഡൗണിൽ കിടന്നായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ വ്യൂസ് കൂടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. ജസ്റ്റ് നമ്മൾ ഈ 100 ബ്ലോക്ക് എന്ന് പറഞ്ഞ സംഭവം വെച്ച് തീർക്കണം. ഒരു ജാവ കളിക്കാൻ കുറച്ച് ടഫാണ് ഗൈസോ. മൊബൈലിനെ കൊണ്ട് കൺട്രോൾസും കാര്യങ്ങളൊന്നും അധികം നമുക്ക് തിരിയുന്നില്ല. അതങ്ങ് റെഡിയാവും. പിന്നെ അത്ര തന്നെ ഗൈസോ. ജസ്റ്റ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും. നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അധികം ഷെയ്ഡർ പാക്കും അധികം റിസോഴ്സൊന്നും പാക്കൊന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബട്ട് അധികം ലാഗും കാര്യങ്ങളൊന്നും വെക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ ജസ്റ്റ് നമ്മളിവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഇവിടെ 100 ബ്ലോക്ക് ഞാൻ വെച്ചു. ആൻഡ് ജസ്റ്റ് ഇവിടെ ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ബിൽഡ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഒരു 24 ബ്ലോക്ക് വെക്കണം. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാൻ പോണത്. ആൻഡ് ഇവിടെ കുറച്ച് ബ്ലോക്ക് വെച്ചിട്ട് ഇവിടുന്ന് 24 ബ്ലോക്ക് ചെയ്യണം. പിന്നെ ഹോപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കണം. അതിപ്പം തന്നെ സെറ്റാക്കി വെക്കാം ഗൈസ്. ഹോപ്പറും കാര്യങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്. ആൻഡ് ചെസ്റ്റും കൂടി വെക്കണം, നമുക്ക് പിന്നെ വെക്കാം. ഓക്കെ, ഈ ഒരു പണി കഴിഞ്ഞു. ആൻഡ് ഇനി പണി എന്ന് വെച്ചാൽ കെടുള്ള ലുക്ക് കേട്ടോ. നമ്മളെ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്ത് വരും. അത് ട്രെയിനിങ് ഹാർഡ് ഇതാ അവിടെ കിടക്കുന്നു. ആൻഡ് നമ്മളെ എല്ലാ ഫാമും ഇവിടെ ഉണ്ട്, എടുത്തുണ്ട്. ഷുഗർ കെ നടുവ് തന്നെ നല്ല സുഖമാണ്.
സോ ഇനി ഇത് ബിൽഡ് ചെയ്തങ്ങ് എത്തണം ഗൈസ്. സോ അതാണ് ഈ പണി. ഓക്കെ, നമ്മൾ ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഓരോരോ ഹോപ്പറിൻ്റെ മുകളിൽ ഓരോരോ ബ്ലോക്ക് വെച്ച് ഇങ്ങനെ ഒരു 24 എത്ര 24 തോന്നുന്നു 22 ഞാൻ വെക്കുന്നത്. 24 വെച്ചാൽ സ്പോട്ടിൽ ചത്തും. 22 തന്നെ. ജസ്റ്റ് 22 ബ്ലോക്ക് മുകളിലോട്ട് വെച്ചിട്ട് കാണാം. ആൻഡ് ഗൈസ് നമ്മൾ ജസ്റ്റ് ഒരു സ്ലാബും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 8 ബ്ലോക്ക് അല്ലെ 7 ബ്ലോക്ക് ഡിസ്റ്റൻസിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കണം. 7 ബ്ലോക്ക് ഡിസ്റ്റൻസിൽ ജസ്റ്റ് ഈ ഒരു ട്യൂട്ടോറിയലും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇവിടുന്ന് എല്ലാ സൈഡിലേക്കും 8 ബ്ലോക്ക് ഇങ്ങനെ ഡിസ്റ്റൻസ് വെക്കുക, അതാണ് കാര്യങ്ങൾ. ജസ്റ്റ് 8 ബ്ലോക്ക് അല്ല 7 ബ്ലോക്ക് എങ്ങനെയാണ് വെക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ 7 ബ്ലോക്കും കാര്യങ്ങളും വെക്കുക. ഓക്കെ, ഇവിടെ വെച്ചാൽ 7 ബ്ലോക്ക് ആവും. ജസ്റ്റ് ഇതുവരെ അങ്ങ് വെച്ചാൽ സെറ്റ് ആവും. ട്യൂട്ടോറിയൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം പറയുന്നൊന്നുമില്ല. നമുക്ക് ബിൽഡ് ചെയ്ത് നമ്മൾ പോകാൻ കഴിച്ചു. നമ്മളെ വിശേഷങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാം. പിന്നെ ഓക്കെ, 8 ബ്ലോക്ക് ഡിസ്റ്റൻസ് വെച്ചതിന് ശേഷം നമ്മൾ ഇത് മൊത്തം സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലെ ലൈനും കാര്യങ്ങളും ജസ്റ്റ് സംഭവം കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇത് മൊത്തം ഒന്ന് ഫിനിഷ് ആക്കിയാൽ മാത്രം മതി. ജസ്റ്റ് എന്നോട് തെറ്റിപ്പോയാണ് ഗൈസ്. സോ ഇങ്ങനെ മുറിച്ചങ്ങ് പോകാൻ ഗൈസ്. സോ പോയി മുമ്പോ വെള്ളം എല്ലാം കൊണ്ട് സീനില്ല. ഇനിയിപ്പം വലിഞ്ഞ് കയറണമല്ലോ മുകളിലോട്ട്. ആദ്യം നമുക്ക് വേണ്ട സാധനമൊക്കെ കളക്ട് ചെയ്തിട്ട് വരാം. ഇവിടുത്തെ കുറച്ച് വുഡും കാര്യങ്ങളും മുറിച്ച് കുറച്ച് ട്രാപ്പ് ഡോറും ആൻഡ് കുറച്ച് വൂളും ഗൈസ് നമ്മൾ എല്ലാം ഒപ്പിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ബാക്കി റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. ബാക്കി റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാനവിടെ ഓഫൊക്കെ വെച്ചു. പിന്നെ എന്നോട് മറന്നുപോയി ഗൈസ്. ഫാമും കാര്യങ്ങളും ഫുൾ വർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. XP ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് XP കയറുന്നത് 35 ലെവൽ XP ആയി. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ഈ ഫാമും കാര്യങ്ങളൊക്കെ വർക്കിംഗ് പ്രോസസ്സിലാണ്. ഫുൾ വർക്കിംഗ് ആണ് ഇപ്പം പ്രശ്നമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം വരുമെന്നുള്ള ക്രീപ്പറാണ് ഇതിൽ കുഴപ്പം പ്രശ്നം വരിക. കുറച്ച് വുഡിൻ്റെ സ്ലാബ് ഉണ്ട്, അതങ്ങ് വെക്കുക തൽക്കാലം. നമ്മൾ ബ്ലോക്ക് പോയി, പിന്നെയും പോയി. രണ്ടാമത് ഇനിയും മുകളിലോട്ട് കയറണം. ഓക്കെ, എല്ലാം കഴിഞ്ഞ് കാണിച്ചിട്ട് കൈസോ രണ്ടാമത് വലിയ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ഈ ബ്ലോക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ചെസ്റ്റൊക്കെ നമുക്ക് അടുത്ത ദിവസം സെറ്റാക്കാം. ഇപ്പോൾ എന്തായാലും സമയം കുറവാണ് ഗൈസ്. നമുക്ക് 2 മിനിറ്റ് കൂടിയുള്ള സമയം. ഇതൊന്ന് സെറ്റാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് എനിക്ക് തോന്നുന്നു അടുത്ത എപ്പിസോഡ് നമുക്ക് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ കമൻറ്റ് ഇടുക. അല്ലെങ്കിൽ നെതറിൽ ഇപ്പം പോകണ്ട ഗൈസ്. നെതറിൽ നമ്മൾ ഫുൾ സെറ്റപ്പ് ആയിട്ടേ പോവുള്ളൂ ഗൈസ്. ഓക്കെ, അങ്ങനെയാണ് ഗൈസ്. നെതറിൽ നമ്മൾ ഫുൾ സെറ്റപ്പ് ആയിട്ടേ പോവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയൂ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ അയൺ ഫാം കാര്യങ്ങൾ സെറ്റാക്കാൻ പോണ്. പോയി യെസ്, ഇനി മോളിടുന്നില്ല. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കയറാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളുടെ പറയാം. അയൺ ഫാം നമ്മൾ നാളത്തെ എപ്പിസോഡ് ചെയ്യും. പിന്നെ നമ്മളെ ബ്രീഡറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇതിലിപ്പം അത്യാവശ്യം നല്ലോണം വില്ലേജസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒറ്റൊരു ഭാഗം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ഇത് നല്ലതല്ലേ. ഇതാണ് ഒറ്റൊരു ഭാഗം വില്ലേജ് പറയുന്നത്. അയൺ ഫാമിൻ്റെ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ചില 10 വില്ലേജറിൻ്റെ നമുക്ക് മൊത്തം കംപ്ലീറ്റ് ആക്കാം. ഇപ്പോൾ കറൻ്റ് കുറച്ച് അയൺ നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ അവിടെ നിന്ന് എടുത്താണ്, ഇപ്പം തന്നെ എടുത്താണ്. ഇപ്പം അതിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഒന്നും ചെയ്യാൻ ചാൻസ് ഇല്ല. ഇത് അപ്പുറത്തും ഇല്ല ഒന്നുമില്ല. ഓക്കെ, അപ്പുറത്തും നമുക്ക് സെറ്റാക്കണം. ഇപ്പുറത്തെ 2 സൈഡിലും സെറ്റാക്കിയിട്ട് ജസ്റ്റ് അയൺ ഫാം ഒന്ന് സെറ്റാക്കിയാൽ മതി. വേറെ സീനൊന്നുമില്ല. നമ്മളെ കൗ ഫാം ജസ്റ്റ് നല്ലോണം വർക്കിംഗ് ആണ്, നിങ്ങൾ കണ്ടായിരിക്കും.
ഫാം കിടിലം പോലെ വർക്കിംഗ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫുഡ് ഫുഡ് കിട്ടുന്നുണ്ട്. കുറേ ലെതറും കിട്ടുന്നുണ്ട്. അതൊരു നല്ല ഉപകാരമായിരിക്കും. ആൻഡ് ഇതിൻ്റെ മുകളിലോട്ട് കയറി നിന്നിട്ട് ഇതാണ് നമ്മളെ ഫാം. യെസ്, അത് ഈ ഒരു കടമ്പി നമ്മൾ കഴിച്ചിട്ടുണ്ട്. മോവ് ഫാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് അയൺ ട്രേഡ് ചെയ്യണം. ഓക്കെ, അയൺ ഒന്ന് ട്രേഡ് ചെയ്യാം. നമുക്ക് ആയിരിക്കും ജസ്റ്റ് മിസ്ക്ലിക്കൊക്കെ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അയണ് കണ്ട എല്ലാത്തിനെയും ഞാൻ മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. അത് കണ്ടിരിക്കും, എല്ലാത്തിനെയും മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ആക്കിയില്ല, ജസ്റ്റ് കുറച്ചെണ്ണത്തിന് ആക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് അയൺ കൂടെ ട്രേഡ് ചെയ്ത് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഗൈസ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മളെല്ലാ വില്ലേഴ്സിനെയും ഇത് കൊടുത്തിട്ടുണ്ട്. അയൺ ട്രേഡിലേക്ക് ആക്കിയിട്ടുണ്ട്, വേറെ ഒന്നും ആക്കിയില്ല. 2 വില്ലേറിനെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 11 വില്ലേർ വന്നിട്ടുണ്ട് അപ്പുറം ഇപ്പുറമായിട്ട്. ഇതു ഞാൻ അയൺ ട്രേഡ് ഉണ്ടെന്ന്. ഓക്കെ, ഞാനിത് അവിടെ ലൂട്ടിൻ 3ൻ്റെ എൻജോയ്മെൻറ്റ് ഇതിലല്ല, ഇപ്പുറം ലൂട്ടിൻ്റെ 3ൻ്റെ എൻജോയ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഓക്കെ, ലൂട്ടിൻ 3 നമുക്ക് വാങ്ങാം. അതൊക്കെ നമുക്ക് പിന്നെ വാങ്ങാം ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ഇതുവരെ കണ്ടു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ജസ്റ്റ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഫാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.